ടുഡേ നമ്മളെ പരിപാടി ഈ ബാഗ് കൊടുത്തിട്ട് നമുക്ക് ആനക്കയം വരെ പോകണം. ആദ്യം വൈലത്തൂർ പോയി മഞ്ചേരി ബസ് കയറിയിട്ട് ആനക്കയം ഇറങ്ങണം. ചെന്നപാടെ ഒരു മഞ്ചേരി ബസ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം പിന്നെ എന്തിനാ ആനക്കയം പോകണം, എന്താ സംഭവം എന്ന് ബെരിയും പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചങ്ക് സ്നേഹിത ഇർഫാന് ഭാരത് ബെൻസിന്റെ 6 വീലിട്ട് നമ്മളെ കാത്തുക. ആനക്കയം ബസ് ഇറങ്ങിയാണ് നേരെ നമ്മളെ ഓന്റെ വണ്ടിക്കാണ് ഓന് റിസോർട്ട് ഡിറ്റർജന്റ് പൗഡറിന്റെ ഒക്കെ കമ്പനി വണ്ടിയിട്ട് കാസർകോട്ടേക്ക് പോകണം. നമുക്ക് ഏതായാലും പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, പെരിയിരുന്ന ഓനക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം മഞ്ചേരി കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹോട്ടലിൽ കയറിക്കാണ്ട് ഭക്ഷണം നാടൻ ചോറും മീൻകറിയും സാമ്പാറും പിന്നെ ഒരു ബോട്ടി ഫ്രൈയും കഴിച്ചുകാണ്ട് അവിടുന്ന് നേരെ പിന്നെ നമ്മൾ മഞ്ചേരിന്ന് നേരെ പോണത് കാസർകോട്ട്. കാസർഗോഡൊന്നും പോയി കർണാടക ബോർഡറിൽ നമ്മൾ പോണ റൂട്ട് മഞ്ചേരി, മുക്കം, പേരാമ്പ്ര, ബാലുശ്ശേരി, താമരശ്ശേരി, ചുങ്കം, കുറ്റ്യാടി, മാഹി, തലശ്ശേരി. തലശ്ശേരി തന്നെ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ആൾട്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ച് പോകാനാണ് ഇപ്പൊ നമ്മൾ മാഹിയിലെത്തി. അവിടെ എന്തോ ഡീസലിന് 10 റുപ്യ കുറവാണ്. അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചാണ് നേരെ തലശ്ശേരി. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറന്റ് കണ്ടപ്പോൾ നേരെ നമ്മൾ ഐക്ക് കയറ്റിയ കട പൊളി. നമ്മൾ എടുത്തുള്ള വണ്ടി കുറച്ച് ബെൽതായതുകൊണ്ട് ഇപ്പൊ നമ്മൾ എവിടെ വണ്ടി നിർത്തുകയാണെങ്കിൽ നമ്മൾ വലിയ ടാസ്ക് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഈ ഹോട്ടലിന് മുന്നിൽ കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ വണ്ടി കയറ്റി. ഞങ്ങൾ രണ്ടാളും ഒരേ ഫുഡ് തന്നെയാണ് പറഞ്ഞത്. പിരിപിരി അൽഫാമാണ് പറഞ്ഞത്. സാധനം പോരാ. പക്ഷെ ലാസ്റ്റ് കുറിച്ച് ഈ ചായ ഉണ്ടല്ലോ, അതൊരു പൊളി. വണ്ടി ഇവിടെ തന്നെ ഒന്നും കൂടി ഒതുക്കിയിട്ടിക്കാണ്ട് ഇവിടെ ഉറങ്ങാൻ നമ്മുടെ പ്ലാൻ. അപ്പൊ ഈ നാളെ കാണാം.